അത് വെറുമൊരു പൂച്ചക്കുട്ടിയാണെന്ന് അവർ കരുതി. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞു സിംഹമായിരുന്നു. മിയ തൽക്ഷണം പ്രണയത്തിലായി. അവൻ അവളെ എല്ലായിടത്തും പിന്തുടർന്ന് അവളുടെ കിടക്കയിൽ ഉറങ്ങി. അവളുടെ കൈകൾ നക്കി. കുറച്ചു ദിവസത്തേക്ക് അവനെ സൂക്ഷിക്കാൻ അവളുടെ മാതാപിതാക്കൾ സമ്മതിച്ചു. പക്ഷേ ദിവസങ്ങൾ വർഷങ്ങളായി മാറി. അവൻ വളർന്നപ്പോൾ കുഴപ്പങ്ങളും അങ്ങനെ തന്നെ തുടർന്നു. അവൻ 100 പൗണ്ട് കടന്നപ്പോഴും മിയ അവനെ തന്റെ കുഞ്ഞ് എന്ന് വിളിച്ചു. എന്നാൽ ഒരു ദിവസം അവൻ പരിഭ്രാന്തനായി ഒരു കെയർടേക്കറെ നഖത്തിൽ പിടിച്ചു. അവളുടെ മാതാപിതാക്കൾ അവനെ ഒരു കൂട്ടിൽ അടച്ചു. മിയയെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചു. മിയയെ കണ്ടുമുട്ടുന്നതുവരെ സിംഹം ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ഒരു വർഷം കഴിഞ്ഞു. സിംഹത്തിന് 400 പൗണ്ടിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്നു. മിയയ്ക്ക് മാത്രമേ അവനെ കൈകാര്യം ചെയ്യാൻ കഴിയൂ. പക്ഷേ അവളുടെ ചെറിയ സഹോദരൻ കോട്ടിൽ വീണപ്പോൾ എല്ലാം വീണ്ടും മാറി. അവളുടെ അച്ഛൻ ഒരു ട്രാങ്ക്വിലൈസർ തോക്ക് ഉയർത്തി. അപ്പോഴാണ് മിയ അറിഞ്ഞത് അവൻ ഇനി ഇവിടെയില്ല. അവൾ അവനെ സ്വതന്ത്രനാക്കി. അവരുടെ വിടവാങ്ങൽ ചിത്രീകരിച്ചു. പക്ഷേ അവളുടെ അച്ഛൻ വീഡിയോ കണ്ടു. സിംഹത്തെ ഒരു വേട്ട റാഞ്ചിന് വിറ്റു. മിയ വേഗത്തിൽ പ്രവർത്തിച്ചു, മൃഗങ്ങളെ മോചിപ്പിച്ചു, സിംഹത്തെ പിടിച്ചു പോയി. ഗ്യാസ് ഇല്ല, ഭക്ഷണമില്ല, അതിജീവനം മാത്രം. അവൾ കുഴഞ്ഞു വീണപ്പോൾ സിന്ധുവും അവളുടെ അരികിൽ തന്നെ നിന്നു. നിശബ്ദം, വിശ്വസ്തത, കാത്തിരിക്കുന്നു. ഒടുവിൽ അവർ ഒരു വന കവാടത്തിലെത്തി. അവൾ അത് തുറന്നു. അവൻ അലറി, സ്വതന്ത്രനായി. പക്ഷേ റാഞ്ചി ഉടമ എത്തി. അവനെ വലിച്ചുവെക്കാൻ ശ്രമിച്ചു. സിംഹം പാഞ്ഞു. മിയ അവനെ തടഞ്ഞു. പിന്നെ അവളുടെ അച്ഛനെത്തി. ഒടുവിൽ മനസ്സിലായി. ഒരുമിച്ച് അവർ അവനെ വിട്ടയച്ചു. ഒരു വർഷത്തിനു ശേഷം അവർ തിരിച്ചെത്തി. പിന്നെ സിംഹമോ? അവൻ ഇനി അവളുടെ വളർത്തുമൃഗമായിരുന്നില്ല. അവൻ കാട്ടിലെ രാജാവായിരുന്നു. കൂടുതൽ രസകരമായ സിനിമാ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.